വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. പാർലമെന്റിൽ എംപിമാരുടെ നയങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാഷ്ട്രീയ കോളിളക്കം പലയിടത്തായി സംഭവിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് പക്ഷത്തിലെ 9-ൽ 6 എംപിമാർ ഷിൻഡെയുടെ കൂടെ പോകാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. പശ്ചിമബംഗാളിൽ 20ഓളം എംപിമാർ പ്രത്യേക ബ്ലോക്കായി മാറി എൻഡിഎയുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അവശേഷിക്കുന്ന എംപിമാർ കോൺഗ്രസിലേക്ക് ലയിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. മഹുവ മൊയ്ത്രയും സൈനി ഘോഷും അടക്കമുള്ള എംപിമാരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ എൻഡിഎയുടെ ഭാഗമായി ചേക്കേറുന്നവരും കോൺഗ്രസിന്റെ ഭാഗമായി കൂടുതൽ ശക്തമായി തീരുമാനം അറിയിക്കുന്നവരുടെയും എണ്ണം കൂടിക്കൂടി വരികയാണ്. കോൺഗ്രസിന്റെ കൂടെ ചേരാൻ വൈഎസ്ആറും താൽപ്പര്യപ്പെടുകയാണ്. വൈഎസ്ആർ കോൺഗ്രസ് നേതാവായ ജഗൻമോഹൻ റെഡ്ഡിയും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. അതായത് ഇനി കൂടുതൽ സിമ്പിളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2 പാർട്ടികൾക്ക് കൂടുതൽ സ്വാധീനമെന്ന രീതിയിലേക്ക് മാറുകയാണ്. കോൺഗ്രസിന്റെ അംഗബലം വർദ്ധിക്കും, ഒപ്പം BJPയുടെ അംഗബലവും വർദ്ധിക്കുകയാണ്. അതായത് കോൺഗ്രസിലേക്ക് മെർജ് ചെയ്യാൻ മമത അടക്കമുള്ളവർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ NCPയും ഉദ്ധവിന്റെ അവശേഷിക്കുന്ന ടീമും കോൺഗ്രസിലേക്ക് ലയിച്ചാൽ അവിടെ ഒരു വലിയ കളമാറ്റമുണ്ടാകും. അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് ലയിക്കാൻ തയ്യാറെടുപ്പുമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രാദേശിക പാർട്ടികൾ താൽപ്പര്യപ്പെട്ടു വരികയാണ്. അങ്ങനെ വരുമ്പോൾ BJP വേഴ്സസ് കോൺഗ്രസ് ഡയറക്റ്റ് ഫൈറ്റ് ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി വിശാലമായ അന്തരീക്ഷത്തിൽ കാണാൻ കഴിയും. എക്സ്ട്രീം റൈറ്റ് വിംഗ് ഐഡിയോളജിയും അതുപോലെ സെൻട്രൽ ഐഡിയോളജിയുമായിട്ടുള്ള 2 പാർട്ടികൾ, ഒന്ന് BJP, മറ്റൊന്ന് കോൺഗ്രസ്. എക്സ്ട്രീം റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘപരിവാർ ഫാസിസ്റ്റ് അജണ്ടകൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇതിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള തീരുമാനം, അതിനുവേണ്ടിയുള്ള ഭേദഗതികൾ പാസ്സാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വ്യാകുലത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷം കിട്ടുമെന്നായിരുന്നു അവർ വിചാരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിൽ BJPക്ക് 3-2 ഭൂരിപക്ഷം കിട്ടിയാലേ ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ എടുത്തുമാറ്റാൻ കഴിയൂ എന്ന വിവാദ പ്രസംഗം നടത്തിയ പലരുമുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ ശ്രമമെങ്കിലും അതിനെ തടുത്തു നിർത്താൻ കൂടുതൽ ശക്തിയോടുകൂടി ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും മുന്നോട്ട് വരികയാണ്. കോൺഗ്രസിന്റെ കൂടെ അണിനിരക്കാൻ ശ്രമിക്കുന്നവരുടെ ലിസ്റ്റ് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. അതായത് ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഡീലിമിറ്റേഷൻ പദ്ധതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ ദോഷമാകും? സെൻസസ് നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ നഷ്ടമാകും? ഈ 3-2 ഭൂരിപക്ഷം എങ്ങനെ ദുരുപയോഗിക്കുമെന്നതുൾപ്പെടെ ഈ രാജ്യത്തെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.